ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ. നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും തീർന്നു. ഇനി നമ്മൾ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷന്റെ ഫോർമുലയിലേക്ക് പോവാണ്. അവിടെ കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്. അതെല്ലാ ഇക്വേഷൻസും നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം. ഇക്വേഷൻ പഠിച്ച് പഠിച്ച് എല്ലാവരും മടുത്തോ? പക്ഷെ നമ്മൾ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളത് മടുപ്പായി തോന്നിയിട്ട് കാര്യമില്ല. അത് പഠിക്കുക തന്നെ ചെയ്യണം. ഈ ഫോർമുലാസും നമ്മൾ എന്ത് വലുതായിട്ട് എഴുതി നിങ്ങൾ പഠിക്കുന്നതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് എന്താണ്, അത് എല്ലാ ദിവസവും ഒന്ന് എഴുതി പഠിക്കുക, അല്ലേ? അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആണ്. അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷനും കൂടെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി എക്സ്. ഓരോ ഇക്വേഷനും അതിന്റെ ഫോർമുലാസും ചെയ്തു പോകാം നമുക്ക്. ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ആണ്. ഒരു 15 പ്രാവശ്യമോ 10 പ്രാവശ്യമോ എത്രയാണോ നിങ്ങൾ പഠിക്കുന്നത് അത്രയും പ്രാവശ്യം അത് എന്താണ്, നല്ലവണ്ണം എഴുതി തന്നെ പഠിക്കുക. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. നമുക്ക് ഇതിനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. നമുക്ക് എക്സാമ്പിൾ നമ്പർ 1, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണെന്ന് വെച്ചോ. ഇവിടെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് 1 ആണെന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു ക്വസ്റ്റ്യനകത്തും ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവണം. അത് 1 അല്ലെങ്കിൽ 1 ആക്കണം. അതാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്. കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ എപ്പോഴും എന്താവണം? 1 ആണ്. അത് 1 അല്ലെങ്കിൽ നമ്മൾ 1 ആക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഫോർമുല എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഏതാ ഇക്വേഷൻ? 1/a. അവിടെ എ എന്ന് പറഞ്ഞ ഏതാണ്? 2. അപ്പൊ 1/a 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് ഏതാണിത്? എക്സ്. എക്സ് ഡിവൈഡഡ് ബൈ E2. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2 പ്ലസ് ഇ വരും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് വേറെ ഒന്നുമില്ല, ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഡി എക്സ് ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 5 ആണെന്ന് വെച്ചോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ നിങ്ങൾ, എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ? അല്ല. അപ്പൊ നമ്മൾ ആദ്യം അതിനെ 1 ആക്കണം. ആ 1 ആക്കാൻ വേണ്ടി ഏത് നമ്പർ ആണോ ആ നമ്പർ നമ്മൾ ഔട്ട് സൈഡ് ബ്രാക്കറ്റ് ആക്കണം. അപ്പൊ ഇവിടെ എന്നാ വരും? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 5/3 വരും. കറക്റ്റ് അല്ലേ? അപ്പൊ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് നമ്മൾ ഔട്ട് സൈഡ് ബ്രാക്കറ്റിന് പുറത്താക്കണം. അപ്പൊ ഡി എക്സ് ഡിവൈഡഡ് ബൈ എന്തായി? എസ് സ്ക്വയർ പ്ലസ് 5/3 ആയി. ഇപ്പോഴും നമ്മുടെ ഫോമിലേക്ക് ആയില്ല. കാരണം നമുക്ക് എന്താ വേണ്ടേ? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വേണം. അപ്പൊ അത് ആ രൂപത്തിലാണോ കിടക്കണേ? അല്ല. അപ്പൊ നമ്മൾ ഇതിനെ വീണ്ടും 1/3 ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഈ 5നെ എങ്ങനെ എഴുതാം? നമുക്ക് √5 ഡിവൈഡഡ് ബൈ √3 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. കാരണം ഒരു നമ്പറിന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് റൂട്ടിനകത്തേക്ക് ആക്കിയിട്ട് സ്ക്വയർ കൊടുത്താൽ നമ്മൾ ഓക്കെ, നമ്മുടെ ഫോർമുലയെ ഇപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ ആയില്ലെന്ന് നോക്കിയേ. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം ആയി അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് കൊടുക്കാം? ഓൾറെഡി ഒരു 1/3 അവിടെ ഉണ്ട്, അങ്ങനെ തന്നെ എഴുതണം. അവിടെ നമ്മുടെ എ എന്നാ? √5/√3 അല്ലേ? അപ്പൊ 1/a എന്ന് പറയണേ √5/√3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. എന്താ? ഈ എക്സ് അങ്ങനെ തന്നെ വരും. എക്സ് ഡിവൈഡഡ് ബൈ √5/√3 പ്ലസ് ഇ വരും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ഈ √3യും വെട്ടിക്കഴിഞ്ഞാൽ അവിടെ √3 വരും. അപ്പൊ √3 ഇൻറ്റു √5 ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ √3 നേരെ മുകളിൽ വരും. അപ്പൊ √3 എക്സ് ഡിവൈഡഡ് ബൈ √5 പ്ലസ് ഇ ആൻസർ ആയി കഴിഞ്ഞു. ഇതിനെ √3 ഇൻറ്റു √5നെ എങ്ങനെ എഴുതാം? നമുക്ക് 1/√15 എന്ന് എഴുതാം. അപ്പൊ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് √3x ബൈ √5 പ്ലസ് ഇ ആയി. ആൻസർ ആയി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിനോടെ താങ്ങാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റിനോടെ ആക്കാം. ഡി എക്സ് ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ പ്ലസ് 1. ഇവിടെ നോക്കുക, എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ? അല്ല. അപ്പൊ നമ്മൾ ഏത് നമ്പർ ആണോ അത് ആദ്യമേ പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1/4 വരും. ഇനി ഈ 1/4 എന്ന് പറയുന്ന നമ്പർ പെർഫെക്റ്റ് റൂട്ട് ആണെന്ന് നോക്കണം. 1ന് കുഴപ്പമൊന്നുമില്ല, അത് പെർഫെക്റ്റ് റൂട്ടാ അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഡി എക്സ് 1/4 ഓൾറെഡി ഇവിടെ വന്നു. ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം 1ന്റെ സ്ക്വയർ 1 ആണ്. 4നെ നമുക്ക് 2 എന്ന് എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. ഈ 1/4 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ വന്നു. ഈ 1/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഫംഗ്ഷനാ? എ അല്ലേ? അപ്പൊ 1/4 അങ്ങനെ തന്നെ വന്നു. 1/a എന്ന് പറഞ്ഞാൽ നമുക്ക് എയുടെ സ്ഥാനത്ത് ഏതാ കിടക്കണേ? 1/2 ആണ്. അപ്പൊ 1/2 വന്നു. ദെൻ അടുത്ത നെക്സ്റ്റ് നമ്പർ എന്തായി? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1/2 വന്നു. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈ 2 ഈ 4 വെട്ടിപ്പോയി. അപ്പൊ ആൻസർ ഈസ് 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ 2 നേരെ മുകളിൽ പോകുമ്പോൾ എന്താവും? 2x ഡിവൈഡഡ് ബൈ 1 ആയത്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ തന്നെ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. 5a സ്ക്വയർ പ്ലസ് 1 dx ഡിവൈഡഡ് ബൈ 7a സ്ക്വയർ പ്ലസ് 2 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ ക്ലിയർ ആവും. ഓക്കെ, മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷന്റെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോവാം. രണ്ടാമത്തെ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2a ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് ഇ. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എല്ലാം ഒരേ മോഡൽ തന്നെയാണ്. അവിടെ എല്ലാത്തിനകത്തും ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം. അത് തന്നെയാണ് എല്ലാ ഇക്വേഷനകത്തും. ആ ഫോർമുലയെ മാറ്റുന്നത് എല്ലാം ഒരുപോലെ തന്നെ. അവിടെ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 5 ആന്ന് വെച്ചോ. ഈ 5ന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ ആക്കണം. ഒരു നമ്പറിന് പെർഫെക്റ്റ് റൂട്ട് ഇല്ല എങ്കിൽ അതിന് റൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് ആൻസർ ആയി. അപ്പൊ നമ്മൾ പഠിച്ച ഫോർമുല ആയില്ലെന്ന് നോക്കി. അപ്പൊ ഇവിടെ എന്നാ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ. എ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്? റൂട്ട് 5 ആണ്. അപ്പൊ 1/2 റൂട്ട് 5 ലോഗ് മോഡ്, പിന്നെ ഇങ്ങനെ നോക്കിയാൽ മതി, എക്സ് മൈനസ് റൂട്ട് 5 ഇത് അങ്ങനെ തന്നെ പ്ലസ് താഴേക്ക് എഴുതണം. എക്സ് പ്ലസ് റൂട്ട് 5 പ്ലസ് ദെൻ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 3a സ്ക്വയർ മൈനസ് 4 ആന്ന് വെച്ചോ. ഫസ്റ്റ് വൺ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ? അല്ല അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താക്കണം? 1 ആക്കണം. അപ്പൊ 1 ആക്കാൻ വേണ്ടി ഏത് നമ്പർ? അവിടെ 3 അല്ലേ? ആ 3യെ നമ്മൾ ഔട്ട് സൈഡ് ബ്രാക്കറ്റ് എടുക്കുക. therefore dx ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4/3. ഏത് നമ്പർ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു ആ നമ്പർ ആ 4ന്റെ താഴെ വരും. അപ്പൊ 1/3 ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഈ 4ന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടല്ലോ. ഏതാ? 2 അല്ലേ? അപ്പൊ 2. 3ക്ക് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടല്ലോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ റൂട്ട് 3ക്കകത്താക്കി ഹോൾ സ്ക്വയർ കൊടുക്കും. അപ്പൊ നമ്മുടെ ഫോർമുല എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്നാ വെച്ചാൽ 1/3 ഓൾറെഡി അവിടെ തന്നെ വരും. 1/3 ഇൻറ്റു ലോഗ് മോഡ് 1/2a എന്ന് പറഞ്ഞാൽ അവിടെ 2/√3 ആണ്. 2/√3 ലോഗ് മോഡ് എക്സ് മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2/√3 പ്ലസ് സി എന്ന് വന്നു. ഇക്വേഷനായി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും നോക്കാം. ആ ക്യാൻസൽ ചെയ്യുന്ന ടൈമിന് നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3യും 3യും വെട്ടിപ്പോകും. അപ്പൊ 1/4√3 വരും. ഇവിടെ ലോഗ് മോഡ് ഈ √3 നേരെ പോയാൽ √3x മൈനസ് 2 ഡിവൈഡഡ് ബൈ √3 √3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ √3 വരും. അപ്പൊ ഈ √3 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ 1/4√3 ലോഗ് മോഡ് √3x മൈനസ് 2 ഡിവൈഡഡ് ബൈ √3x പ്ലസ് 2 വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ? സിമ്പിൾ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 5a സ്ക്വയർ മൈനസ് 1 ആന്ന് വെച്ചോ. അപ്പൊ അവിടെ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടി ഏത് നമ്പർ ആണോ ഡി എക്സ് ഡിവൈഡഡ് ബൈ 5 പുറത്തേക്ക് എടുത്തു. അപ്പൊ എസ് സ്ക്വയർ മൈനസ് 1/5 എന്ന് കിട്ടി. അപ്പൊ 1/5 അങ്ങനെ തന്നെ എഴുതി. ഡി എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 1/5നെ പെർഫെക്റ്റ് റൂട്ട് ആക്കാൻ നേരത്ത് നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൂട്ടിനകത്താക്കി സ്ക്വയർ കൊടുത്ത് സാധാ ചെയ്യും പോലെ അല്ല തന്നെ അങ്ങനെ ആക്കി. അപ്പൊ 1/5 വരും. അപ്പൊ 1/2 ഇൻറ്റു എ 1/√5 ലോഗ് മോഡ് എക്സ് മൈനസ് 1/√5 ഡിവൈഡഡ് ബൈ ഇത് തന്നെ താഴേക്ക് എഴുതിയാൽ മതി. പ്ലസ് ചേർത്ത് അത് തന്നെ സെയിം അങ്ങ് താഴേക്ക് എഴുതിയാൽ മതി. അപ്പൊ √5 വെട്ടിപ്പോവും. അപ്പൊ ആൻസർ ഈസ് 1/2√5 ലോഗ് മോഡ് √5x മൈനസ് 1 ഡിവൈഡഡ് ബൈ √5x പ്ലസ് 1 വരും. ആ ഡിവൈഡഡ് ബൈ വരുന്ന ഇത് എഴുതണ്ട. ഈ √3 ഇതുപോലെ വെട്ടിപ്പോകുമ്പോൾ √5 വെട്ടി കളയാം. പിന്നെ നമ്മളത് എഴുതണമെന്നൊന്നുമില്ല. ദെൻ ആൻസർ ആയി പ്ലസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല മക്കളെ?